വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 1 മുതൽ 17 വരെ. മിശിഹായുടെ ജെറൂസലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും. അവർ ജെറൂസലേമിനെ സമീപിച്ച് ഒലിവ് മലയിലെ ബത്ഫഗയിലെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യന്മാരെ നിയോഗിച്ചു. അവൻ അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിനെ അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവനുടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി ഈശോ കൽപ്പിച്ച പോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. ഈശോയ്ക്ക് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രൻ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ ഈശോയാണ്. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ എല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ടു. ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെ കണ്ടു. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രൂക്ഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവർ എന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബഥാനിയായിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 11 വാക്യങ്ങൾ 13 മുതൽ 24 വരെ. നാം മിശിഹായാകുന്ന ഒലിവിൽ ഒട്ടിച്ചേർക്കപ്പെട്ടവർ. ജനതകളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ജനതകളുടെ സ്ലീഹ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എനിക്ക് സുജാതിക്കാരെ അസൂയാലുക്കളാക്കുകയും അങ്ങനെ അവരിൽ ചിലരെയെങ്കിലും രക്ഷിക്കുകയും ചെയ്യാമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ധാന്യമാവ് മുഴുവനും, വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും. ശാഖകളിൽ ചിലത് മുറിക്കപ്പെടുകയും കാട്ടൊലിവായി നീ അവയിൽ ഒട്ടിക്കപ്പെടുകയും ഒലിവ് മരത്തിന്റെ വേരിന്റെ സമ്പന്നതയിൽ നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ ആ ശാഖകളെ പ്രതി നീ അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് താങ്ങിയിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ഞാൻ ഒട്ടിച്ചു ചേർക്കപ്പെടേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. കൊള്ളാം, അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കരിക്കാതെ ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും ദാക്ഷിണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും ശ്രദ്ധിച്ചാൽ വീണവരോട് കാഠിന്യവും, കാരുണ്യത്തിൽ നിലനിന്നാൽ നിന്നോട് ദൈവകാരുണ്യവും, അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരുന്നില്ലെങ്കിൽ അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. എന്തെന്നാൽ അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും.
പ്രകൃത്യാവുള്ള കാട്ടുൊലിവിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. നട്ടു വളർത്തപ്പെട്ട നല്ല ഒലിവിന്മേൽ അസ്വാഭാവികമാവിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ എത്രയോ കൂടുതലായി ആദ്യത്തെ ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്നു.